അധ്യായം പറയുവാൻ വേണ്ടിയിട്ട് എല്ലാ ആചാര മര്യാദകളോടും കൂടി ആ അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ നവാഹയജ്ഞത്തിലെ രണ്ടാമത്തെ പ്രഭാഷണം അല്ലെങ്കിൽ മഹാത്മ്യത്തിന്റെ രണ്ടാമത്തെ അധ്യായം പ്രഭാഷണത്തിനായിട്ട് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം ഗരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്യൈ നമഃ. പൂർണാതിമോദമൊടു ഭക്തര രക്ഷ ചെയ്യുവാൻ പൂർണാലയത്തിലമരുന്നൊരു പത്മനാഭ പൂർണ്ണപ്രമോദമടിയന്റെ മനോനഭസിൽ പൂർണ്ണത്രയീശാവരജോട് വിളങ്ങിടേണേ. ശ്രീ പൂർണ്ണത്രയീശാ ശരണം. അനന്യത്രാണൈക പ്രവണഹൃദയേ ദേവീ ദിശമേ ധനം ധാന്യം സൗമ്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമ മനോരോഗശമന പ്രവീണാം പാണിം സൽപ്രകര പരമാഹ്ലാദ ജനനീം. ഓം ശ്രീ മഹാദേവ്യേ നമഃ. വാഗർത്ഥാവിവ സംരക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം തിരുമേനി നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ സുന്ദരമായ ശൈലിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് തിരുമേനിക്ക് ആദ്യമേ തന്നെ ഒരു നമസ്കാരം. പിന്നെ ഇനിയിപ്പോ രണ്ടാമധ്യായാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. എൻ്റെ ആ അറിവിന്റെ ഒരു പരമാവധി കഴിവ് വെച്ചിട്ട് ഞാൻ പറയാട്ടോ. ഇപ്പോ രണ്ടാമത്തെ അധ്യായം എങ്ങനെയാ തുടങ്ങണത് തന്നെ? വെറുതെ ദുഃഖിക്കല്ലേ, ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളെ സദാ ധ്യാനിക്കൂ, അപ്പൊ നിങ്ങളുടെ ദുഃഖം എല്ലാം തീരും. അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണത്. വൃഥാഖേദയസേ ബാലി അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണ ചരണാം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. അപ്പൊ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും നമ്മൾ ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖമൊക്കെ മാറും. അപ്പൊ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക. അവിടെ കൊണ്ടുവന്നാൽ മതി. നമ്മൾ അനാവശ്യമായിട്ടാണ് ദുഃഖിക്കുന്നത്. നമുക്ക് വിധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൃഥാ ദുഃഖിക്കരുത് എന്ന് ഈ ഭാഗവതത്തിലൂടെ നമ്മെ മനസ്സിലാക്കി തരികയാണ്. അപ്പോ ഇവിടെ ഇതിന്റെ പ്രസക്തി എന്താണ്? അപ്പൊ ഇവരിങ്ങനെ ഓരോ നാടുകളും ഒക്കെ സഞ്ചരിച്ച് യമുനാതടത്തിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞല്ലോ. ഭക്തി ദേവിയും അവരുടെ കുട്ടികളും അവിടെ വന്നു കഴിഞ്ഞപ്പോ നാരദ മഹർഷിയെ അവരവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പൊ ഈ ഭക്തിയുടെ രണ്ട് കുട്ടികളാണല്ലോ ജ്ഞാന വൈരാഗ്യങ്ങള്. അപ്പോ സംഭവിച്ചേക്കണ എന്താണെന്ന് വെച്ചാൽ അമ്മ യുവതിയും മക്കള് വൃദ്ധരുമായിട്ട് തീർന്നു. അപ്പോ നാരദ മഹർഷിയോട് ഭക്തി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. തന്റെ ദുഃഖ നിവർത്തിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിന് നാരദ മഹർഷി സമാധാനം പറഞ്ഞു കൊടുക്കുകയാണ്.
അതാണ്, അങ്ങനെയാണ് ഈ അധ്യായം അത് തുടങ്ങുന്നത്. ഭക്തിയുടെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. ഇപ്പോ മഹർഷി പറയുകയാണ്, അതായത് മറ്റ് യുഗങ്ങളില്, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം ഒക്കെ ആയിരുന്നല്ലോ, ആ യുഗങ്ങളില് വളരെ കഠിനമായ തപസ്, യോഗം, ത്യാഗം അതൊക്കെ ചെയ്താലേ നമുക്ക് ഭഗവാനെ കിട്ടുമായിരുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. എല്ലാവരും നല്ല ചിന്ത ഉള്ളവരായിരുന്നു, സദ്വൃത്തരായിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് സുഗമമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് അത്. അപ്പൊ ആ സമയത്ത് ഈ ജ്ഞാനവും വൈരാഗ്യവും അവിടെ അനിവാര്യമാണ്, കാരണം അവർക്ക് മോക്ഷം വേണമല്ലോ. പക്ഷെ എന്നാ കലിയുഗം എത്തിയപ്പോള് ഭഗവാൻ തന്നെ പറഞ്ഞു, ഇത്രയൊന്നും കഷ്ടപ്പെടണ്ട, നാമസങ്കീർത്തനം മാത്രം മതി. അതായത് ഭക്തിപൂർവം ഭഗവാന്റെ നാമങ്ങള് ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോ നിങ്ങൾക്ക് ആ ഭക്തി കൊണ്ട് തന്നെ മുക്തി കിട്ടും. അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ എത്ര വലിയ ആളായാലും, ഉയർന്ന ജാതിയിലുള്ളവരായാലും, താഴ്ന്ന ആൾക്കാരായാലും എല്ലാവരുടെയും അടുത്ത് ഭഗവാൻ വരും എന്ന് പറയുന്നു. പക്ഷെ കലിയുഗത്തില് ഈ ഭക്തി കൊണ്ട് ബ്രഹ്മസായുജ്യം വരെ കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് സത്യാദി ത്രിയുഗേ ബോധവൈരാഗ്യവും മുക്തി സാധകവും കലൗ തൂ കേവലാ ഭക്തിർ ബ്രഹ്മസായുജ്യകാരിണി. ഇപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ കലിയുഗമാണെങ്കിൽ പോലും ബ്രഹ്മസായുജ്യം കിട്ടും, വൈകുണ്ഠത്തിൽ വരെ എത്താൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പൂന്താനത്തിന്റെ കഥയൊക്കെ അറിയാലോ. അദ്ദേഹം ആ തേരിൽ കയറി നേരെ സ്വർഗത്തിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ശരിക്കും കലി എന്ന് പറഞ്ഞാൽ എന്താണ്? കലി എന്ന് പറഞ്ഞാല് എല്ലാ ആസുരിക ഭാവങ്ങളും കലിയാണ്. അത് പാപകർമ്മങ്ങൾ ചെയ്യുന്നത്, നീചപ്രവൃത്തികൾ ചെയ്യുന്നത്, എന്തിന് നമ്മളൊന്ന് നല്ലതല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്നത് പോലും കലിയാണ്. അതായത് കലിയിലാണല്ലോ നമുക്ക് വിദ്വേഷം, വെറുപ്പ്, അസൂയ അതൊക്കെ വരണത് ഈ കലിയുടെ ഒരു എന്താ പറയാ രൂപഭേദങ്ങളാണ്. പക്ഷെ മനുഷ്യൻ ഭഗവാനെ അങ്ങോട്ട് ആശ്രയിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് ആ കലിയുടെ ഇതിൽ നിന്നൊക്കെ നമ്മള് മാറിപ്പോവും. നമ്മളെ അത് അഫക്റ്റ് ചെയ്യേയില്ല. എന്നാ സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഭഗവാനില് നമ്മള് ഒരു സമർപ്പണ ഭാവം കൊണ്ടുവരണം. എന്നാ കാമക്രോധാദികൾ കൊണ്ട് വല്ലതും നടക്കുവോ? ഇല്ല. അത് നഷ്ടങ്ങളേ ഉള്ളൂ, നാശങ്ങളേ ഉള്ളൂ. ഇപ്പോ നമ്മൾ ഈ പുരാണങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ. രാമായണം എടുത്തു നോക്കൂ. രാമായണത്തില് രാവണന് എന്താ സംഭവിച്ചത്? ഇല്ലേ, ഒരു സ്ത്രീയോട് തോന്നിയ, സുന്ദരിയായ ഒരു സ്ത്രീയോട് തോന്നിയ കാമം അതെവിടെയാ കൊണ്ടെത്തിച്ചത്? രാവണനെ നാശത്തിലേക്കാണ്. ഇപ്പൊ മഹാഭാരതം എടുക്കൂ. ലോഭം കൊണ്ട്, അല്ലെങ്കിൽ ദുര കൊണ്ട്, അല്ലെങ്കിൽ എല്ലാം തനിക്ക് തന്നെ വേണമെന്നുള്ള ആ അത്യാർത്തി കൊണ്ട് ദുര്യോധനൻ ഈ പാണ്ഡവർക്കും കൂടി അവകാശപ്പെട്ട സ്വത്തൊക്കെ കയ്യിലാക്കി, രാജ്യമൊക്കെ കൈവശപ്പെടുത്തി. എന്നിട്ട് എന്താ വല്ല പ്രയോജനം കിട്ടിയോ? ദുര്യോധനൻ ഇതൊന്നും അനുഭവിക്കാതെ തന്നെ ഇല്ലാണ്ടാവുകയാണ്. പിന്നെ അടുത്തത് എന്തെന്നാ? ക്രോധം, അല്ലേ? പരീക്ഷിത്ത് രാജാവിന്റെ ക്രോധം കൊണ്ട് ഈ മുനിശാപങ്ങൾ ഏറ്റുവാങ്ങി. എന്നിട്ട് പരീക്ഷിത്ത് രാജാവിന് എന്താ ഉണ്ടായി? അകാലത്തില് മൃത്യുവിന് കീഴ്പ്പെടേണ്ടി വന്നു. പിന്നെ അടുത്തത് മാത്സര്യം കൊണ്ട് ചൂതുകളി നടത്തി. പാണ്ഡവർക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശകുനി വിളിച്ചോന്ന് വെച്ച് കളിച്ചോളണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ കൃഷ്ണനെ വിളിക്കായിരുന്നില്ല. ഇതൊന്നും നടത്തിയില്ല. അപ്പൊ ആ തന്റെ ആ ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് ഞാൻ തന്നെ മതി, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ മതി എന്നുള്ള ആ ഒരു ഭാവം, ആ മാത്സര്യം കൊണ്ട് ചൂതുകളി നടത്തി. എന്നിട്ട് എന്താ ഉണ്ടായേ? പാണ്ഡവർക്ക് സർവവും നഷ്ടായി, രാജ്യമൊക്കെ വിട്ടു പോകേണ്ടി വന്നു, വനവാസവും അനുഭവിക്കേണ്ടി വന്നു. പിന്നെ എന്നാ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കുലം തന്നെ എടുക്കാം, യാദവ കുലം. അവർക്ക് എന്താ അവസാനം പറ്റിയത്? മദ്യപിച്ച് മതോന്മത്തരായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അടികൂടി, കലഹം കൂടി, തമ്മിൽ തല്ലി ആ വംശനാശം അല്ലെങ്കിൽ ആ കുലനാശം തന്നെ ഉണ്ടായി, ഇല്ലേ? അപ്പോ കാമക്രോധാദികൾ കൊണ്ട് നമുക്ക് യാതൊരു ലാഭവും ഇല്ല, നേട്ടവും ഇല്ല.
എന്നാ സദ്വിചാരങ്ങളെ കൊണ്ടോ നല്ല നമുക്ക് മനഃശാന്തി ഉണ്ടാവും, സുഖം ഉണ്ടാവും. ആ ഭഗവാനെ ധ്യാനിക്കുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശാന്തി, സമാധാനവും മുക്തിയും ഒക്കെ കിട്ടണതിന് എന്താ വേണ്ടേ? ഭാഗവതം. ഭാഗവതം നമ്മളെ അതിന് സഹായിക്കുന്നു. അപ്പോ എന്താ ഈ ഭാഗവതം? ഭാഗവതം നമ്മുടെ അഷ്ടാദശ പുരാണങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭാഗവതം. ഭഗവതഃ ഇദം ഭാഗവതം. അതായത് യാതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതമാകുന്നു. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനും ഭാഗവതവും ഒന്നാണ്. എന്താ കാരണം? ഭഗവാൻ അന്ന് തന്റെ ലീലകളൊക്കെ ആടിയിട്ട് സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോ തന്റെ ചൈതന്യമൊക്കെ ഈ ഭാഗവതത്തിലേക്ക് ലയിപ്പിച്ചു എന്നാണല്ലോ പറയണത്. അപ്പൊ ഈ ഭാഗവതത്തിന്റെ ഓരോ അക്ഷരത്തിലും ഭഗവാൻ ഉണ്ട്. അപ്പൊ ഭാഗവതം ഭഗവാൻ തന്നെയല്ലേ? അപ്പോ പിന്നെ പറയണു, ഏത് ശാസ്ത്രമാണോ ഭഗവാന്റെ സ്വരൂപം കാണിച്ചു തരണത്, ഭാഗവതം നമുക്ക് നല്ല വ്യക്താക്കി തരണില്ലേ ഭഗവാന്റെ രൂപം. അപ്പൊ ഏതൊരു ശാസ്ത്രമാണോ ഭഗവാന്റെ സ്വരൂപം കാണിച്ചു തരണത്, അതും ഭാഗവതാണ് എന്ന് പറയണം. പിന്നെ എന്താ പറയണത്? ഭഗവതഃ അയം ഭാഗവതഃ. യാതൊരാൾ ഭഗവാന്റേതായി തീരുന്നു പോകും. കാരണം ഭക്തിയിൽ ലയിച്ച് 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 ആരാണോ ഭഗവാന്റേതായി തീരുന്നത് ആ ഭക്തനും ഭാഗവതം തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ഭാഗവത തത്വം അതെന്താണെന്ന് അറിയാനുള്ളൊരു മാർഗം, അത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ, ഇതെല്ലാം ഭാഗവതാണ്. ചുരുക്കം പറഞ്ഞ ഭാഗവതവും ഭക്തനും ഒന്ന് തന്നെയാണ്. ഇനി ഭാഗവതത്തിന് വേറൊരർത്ഥം പറയുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് നോക്കാൻ നമുക്ക്. ഭാഗവതം 4 അക്ഷരമാണല്ലോ ഭാഗവതം. അപ്പൊ അതില് ഭ എന്ന് പറഞ്ഞാല് പ്രകാശ ചൈതന്യമാകുന്ന ജ്ഞാനസ്വരൂപം. എന്തെന്നാ പ്രകാശം ചൈതന്യമാകുന്ന ജ്ഞാനസ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ. ഭഗവാനാണല്ലോ ഈ ജ്ഞാനസ്വരൂപൻ. ഗ എന്നാൽ എന്താ അർത്ഥം? അറിയുക അല്ലെങ്കിൽ പോവുക എന്നാണ് ഗ എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഭാഗവതത്തിൽ നമുക്ക് 2 അക്ഷരം കിട്ടിയില്ലേ? ഭായും ഗായും. അതായത് ഭഗവാൻ എന്ന് കിട്ടി, പിന്നെ അറിയുക അല്ലെങ്കിൽ പോവുക. അപ്പൊ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെന്താ? അപ്പൊ നമ്മൾ ഇനി ഈ പ്രകാശ ചൈതന്യത്തിന്, ഈ ഭഗവാന്റെ സ്വരൂപത്തിനെ അന്വേഷിച്ച് പോണം. അതറിയണ്ടേ നമുക്ക് എന്താണെന്ന്. അപ്പൊ അവിടേക്ക് പോണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ വളരെ ദൂരെയാണ് ഭഗവാനിൽ നിന്ന്. അപ്പൊ ഭഗവാൻ ഉണ്ട്, നമ്മളും ഉണ്ട്. പക്ഷെ എന്താണെന്നോ പെട്ടെന്ന് അങ്ങോട്ട് എത്തില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒരു സാഗരമുണ്ട്. അതാണ് സംസാര സാഗരം. അപ്പൊ ആ സംസാര സാഗരം താണ്ടിയിട്ട് വേണം ഭഗവാന്റെ അടുത്തെത്താൻ. അപ്പൊ ഭഗവാൻ അക്കരെ നിൽക്കുകയാണ്, നമ്മൾ ഇക്കരെ നിൽക്കുകയാണ്. നടുക്ക് സമുദ്രം. അപ്പൊ ഇനി സമുദ്രം കിടക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? അത് തരണം ചെയ്യണം അല്ലേ? സമുദ്രം തരണം ചെയ്യാനായിട്ട് നമുക്കൊരു തോണി വേണം. ഈ തോണിയാണ് തരണി അല്ലെങ്കിൽ വഞ്ചി എന്ന് പറയുന്നത്. അപ്പോ ഭ ഗ ത നമുക്ക് 3 അക്ഷരം കിട്ടി അല്ലേ? ഇനി ഒരു വാ ഉണ്ട്. ആ വാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഈ സമുദ്രം കടക്കാനുള്ള, ഇപ്പൊ നമ്മൾ അക്കരെ ഭഗവാനെ കണ്ടു, ഇക്കരെ നമ്മൾ നിൽക്കണു, നടക്ക് പോവാനായിട്ട് ഒരു വഞ്ചിയും കിട്ടി. അപ്പൊ നമ്മൾ ഈ വഞ്ചിയിൽ കയറിയിട്ട് ഇനി ഈ സാഗരം താണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ച് ആ വഞ്ചിയിൽ കയറി. പക്ഷെ വഞ്ചി തുടങ്ങിയെങ്കിലും അതിനൊരു ഒരു ദ്വാരം ഉണ്ടെങ്കിൽ അതിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവില്ലേ? അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? വളരെ ഉറപ്പുള്ള ശ്രേഷ്ഠമായ ഒരു വഞ്ചിയാണ് വേണ്ടത്. അപ്പൊ എന്നുള്ള വരം അല്ലെങ്കിൽ ശ്രേഷ്ഠമായ എന്ന അർത്ഥമുണ്ട്. വരം അല്ലെങ്കിൽ ശ്രേഷ്ഠം. അപ്പോ വായു ആയി. അപ്പൊ നമുക്ക് ഭഗവാനെ കാണാൻ ഇക്കരെ നിന്ന് വളരെ ശ്രേഷ്ഠമായ ഉറപ്പുള്ള ഒരു വഞ്ചിയിൽ കയറിയാൽ
ഭഗവാനെ കാണാനായിട്ട് സാധിക്കും, അവിടെ എത്താൻ സാധിക്കും. അപ്പോ അതുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠമായ ഒരു തോണി തന്നെയാണ്. അപ്പോ ഭാഗവതം ഭക്തന്റെ സ്വരൂപമാണ്, ഭക്തൻ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാനും ഭക്തനും ഒന്ന് തന്നെയാണ്. ഭഗവാനെ ലയിക്കണമെങ്കിൽ ഇനി എന്ത് വേണം? അതിന് പറ്റിയതാണ് ഭാഗവത ശ്രവണം. അപ്പൊ ഭാഗവതം ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരണുണ്ട്. പക്ഷെ വെറുതെ ഒന്നും നമുക്ക് ഈ ഭാഗവതം കയ്യിലെടുക്കാനോ കേൾക്കാനോ പറ്റില്ല. എന്താ വേണ്ടേ? ജന്മാന്തര പുണ്യം വേണം. എന്നാലേ നമുക്ക് ഈ ഭാഗവത ശ്രവണത്തിനുള്ളൊരു ഭാഗ്യം കിട്ടുള്ളൂ. ഇത് നമുക്ക് ഭാഗവത മാഹാത്മ്യം അത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അല്ലെ? ഈ ഗോകർണൻ കഥ പറയുമ്പോൾ ഉള്ള മറ്റേ ദുന്തുകാരിക്ക് മോക്ഷം കിട്ടുന്നത് അതൊക്കെ നമുക്ക് ഈ ഭാഗവത മാഹാത്മ്യത്തിൽ വരുന്ന കഥകളാണല്ലോ. അപ്പൊ ഇത് നമുക്ക് വ്യക്തമായിട്ട് മാഹാത്മ്യം കാണിച്ചു തരുന്നുണ്ട്. ഞാന് വേറൊരു ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി പറയണത്, ശ്രീശുക മഹർഷി പരീക്ഷിത്ത് രാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ദേവന്മാര് കുറച്ചുപേര് ഈ അമൃതകുംഭമായിട്ട് അവിടെ വന്നു അത്രേ. എന്നിട്ട് പറഞ്ഞു, മുനിയോട് പറഞ്ഞു, ആ ഭാഗവതം അങ്ങോട്ട് തന്നേക്കൂ, ഈ അമൃതകുംഭം പരീക്ഷിത്ത് രാജാവിന് കൊടുക്കാം, അപ്പൊ അദ്ദേഹത്തിന് മൃത്യു ഉണ്ടാവില്ലല്ലോ, ഭാഗവതം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞു. ശുഗമുനി ഒന്ന് അവരെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതേ, ഈ ഭാഗവതം എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് ഭക്തന്മാർക്കുള്ളതാണ്. നിങ്ങള് ഇഹഭോഗ സുഖങ്ങളിൽ ലയിച്ച് നടക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇത്തിരി സോമരസവും സ്ത്രീകളും സുന്ദരികളും ഒക്കെ വേണമല്ലോ, അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഭാഗവതം. അപ്പോ ഭാഗവതം കിട്ടണമെങ്കിൽ നമുക്ക് പൂർവജന്മാർജിത പുണ്യം വേണം, ഭക്തി വേണം അല്ലേ? അപ്പൊ ഭാഗവതത്തിന്റെ ആ മഹാത്മ്യം ഒന്ന് നോക്കൂ. ദേവന്മാർക്ക് പോലും കിട്ടാൻ പ്രയാസമുള്ളതാണ് ഭാഗവതം എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ പറഞ്ഞു വരുന്നത്, ഈ കലിയുഗത്തില് ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ മുക്തി കിട്ടുള്ളൂ എന്നാണ്. കാരണം എളുപ്പത്തില് എന്നുവെച്ചാ നാമജപം മാത്രം മതി. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കില് ഭഗവാൻ എന്താ ചെയ്ത്? ഭഗവാൻ ചിത്സ്വരൂപനാണല്ലോ. അപ്പൊ ചിത്സ്വരൂപനായിട്ടുള്ള ഭഗവാൻ സദ്രൂപയായ ഭക്തിയെ സൃഷ്ടിച്ചു അത്രേ. അങ്ങനെയാണ് സത്തും ചിത്തും ചേർന്നിട്ട് സച്ചിദാനന്ദം ആയത്. അപ്പൊ പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണൻ ഈ ഭക്തിയുടെ വല്ലഭൻ തന്നെയാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അപ്പൊ ഭഗവാൻ ഒരാഗ്രഹം, ഇത് ഭക്തിയൊക്കെ സൃഷ്ടിച്ചു എല്ലാം ശരിയാക്കി കൊടുത്തല്ലോ, പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്, ഇനി കലിയുഗത്തില് ആളുകൾക്കൊക്കെ ഭക്തി ഉണ്ടാവണം. എല്ലാ ഗൃഹേ എന്നാണ് പറഞ്ഞത്, ഗൃഹങ്ങൾ തോറും എല്ലാവരിലും ഭക്തി കൊണ്ടുവരണം അവിടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഭഗവാൻ മുക്തിയെ ദാസിയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങളെ പുത്രന്മാരായിട്ടും ഭക്തിക്ക് കൊടുത്തു. അങ്ങനെ ഭക്തി ഇവരെ 3 പേരെയും കൊണ്ട് ഭൂമിയിലേക്ക് വന്നു. അപ്പൊ മറ്റേ 3 യുഗങ്ങളിലൊക്കെ ഇവര് 3 പേരും കൂടെ വളരെ എന്താ പറയാ പരമാനന്ദത്തോടു കൂടി, കാരണം അന്നൊക്കെ എല്ലാവരും സാത്വികരുമാണ്, നല്ല ചിന്താഗതി, അന്ന് ആസുരികതയില്ല. അത് കാരണം ഇവര് 3 പേരും വളരെ സുഖമായിട്ട് തന്നെ കഴിഞ്ഞുകൂടി അത്രേ. കുറെ കഴിഞ്ഞപ്പോ കലിയുഗം തുടങ്ങിയല്ലോ. കലിയുഗം തുടങ്ങിയപ്പോ ഇവർക്ക് മുക്തിക്ക് ഒരു പണിയില്ല, ഒന്നും ഇല്ലാണ്ടായി. കാരണം ആർക്കും മുക്തി കിട്ടണില്ലേ. അങ്ങനെ തന്നെ മുക്തി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയി അത്രേ. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിലേക്ക് വന്നും പോയി വരുന്നു കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ, പൂന്താനത്തിനെ പോലെയുള്ള ഭക്തന്മാരൊക്കെ ഉണ്ടായില്ലോ. അപ്പൊ മുക്തിക്ക് തീരെ അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി വരുന്നു അത്രേ. പക്ഷെ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് അങ്ങനെയല്ല. അവർക്കുണ്ടല്ലോ ഒരു വില ഉണ്ടായില്ല, അവരാർക്കും വേണ്ട, അതാണ്. അപ്പൊ അവര് ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും അവരെ ഗവനിച്ചില്ല, മൈൻഡ് ചെയ്തില്ല എന്നറിയില്ലെങ്കിൽ. അങ്ങനെ ആരും മൈൻഡ് ചെയ്യാണ്ടായപ്പോ എന്തായി? അവര് വൃദ്ധന്മാരായിട്ട് തീർന്നു. അപ്പൊ നോക്കുമ്പോ എന്താ? അമ്മ യുവതിയും മക്കള് വൃദ്ധര്. അപ്പൊ ആ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുമോ? അമ്മയ്ക്ക് എന്തൊരു സങ്കടമാണ്. അങ്ങനെയാണ് ഈ ഭക്തി ഇങ്ങനെ ദുഃഖമായിട്ട്, ഇനി എന്റെ മക്കളെ ആര് ഇതിന്ന് മോചിപ്പിക്കും
അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഈ നാരദ മഹർഷിയെ കണ്ടുമുട്ടിയതും ഭക്തിയുടെ ഈ വളരെ ദുഃഖത്തോടു കൂടിയുള്ള ചോദ്യത്തിന് നാരദ മുനി അവരുടെ ഇത് കൊടുത്തത്. അപ്പോ എന്നിട്ട് നാരദ മഹർഷി അപ്പോ അതിന് ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ കലിയുഗത്തില് ഭഗവതിയെ ഞാൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിക്കാം. എന്നിട്ട് ഭക്തി പ്രചരിപ്പിക്കാൻ എന്നെ കൊണ്ട് ആവണതുപോലെ ഓരോ ഗൃഹത്തിലും വ്യക്തി ഉറപ്പിക്കാൻ നോക്കാം. അപ്പൊ ഈ യുഗത്തില് ഭക്തന്മാര് കൃഷ്ണലോകത്തെ പ്രാപിക്കും. അപ്പൊ ഹൃദയത്തില് ഭക്തിയുള്ളവർക്ക് മൃത്യുവിനെ പോലും ഭയപ്പെടണ്ട. ഇപ്പൊ അജാമിളന്റെ ഒക്കെ കഥ നമുക്കറിയാമല്ലോ. അപ്പോ ആ ഹൃദയത്തില് ഭക്തിയുള്ളവരെ തൊടാൻ ഒരു ആസുര ശക്തിക്കും സാധിക്കില്ല. അപ്പൊ ഈ യുഗത്തില് ഭഗവത് പ്രാപ്തിക്ക് ഭക്തി തന്നെ വേണം. ഭക്തി കൊണ്ട് മാത്രമേ മുക്തി കൈവരിക്കാൻ സാധിക്കുള്ളൂ. സൂതൻ പറയാണ്, നാരദ മഹർഷി ഇങ്ങനെ ഭക്തിയുടെ മാഹാത്മ്യം വർണ്ണിച്ചപ്പോ ഭക്തിയുടെ ക്ഷീണം മാറിയത്രേ. എന്നിട്ട് ഭക്തി പുഷ്ടിപ്പെട്ടു. അപ്പോ ഭക്തിക്ക് സന്തോഷമായി. നാരദ മഹർഷിയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും, അങ്ങയെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. പക്ഷെ എൻ്റെ പുത്രന്മാരെ കൂടി ഒന്ന് ഉദ്ധരിക്കണേ എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ നാരദ മഹർഷി വേഗം അവരുടെ ചെവിയില് പോയിട്ട് വേദാന്തങ്ങള് മന്ത്രങ്ങള് ജപിച്ചു, ഗീതാവാക്യങ്ങള് ചൊല്ലി കൊടുത്തു. പക്ഷെ അതൊക്കെ കേട്ടപ്പോ അവര് പെട്ടെന്നൊന്ന് കണ്ണു തുറന്നുവെങ്കിലും വീണ്ടും അവര് അവശരായി, ആലസ്യായി ഉറങ്ങാൻ തുടങ്ങി. മഹർഷിക്ക് വല്ലാണ്ട് നിരാശയായി. ഇനി എന്താ ചെയ്യണ്ടേ? ഒരു വഴിയും കാണുന്നില്ലല്ലോ ഈശ്വര. കണ്ടോ, അപ്പോഴാണ് ഈശ്വര, ദൈവമേ എന്ന് വിളിച്ചത്. ആ ഭഗവാനെ സ്മരിച്ച നിമിഷം തന്നെ ഒരു അശരീരി കിട്ടും. അശരീരി എന്തായിരുന്നു? മഹർഷി എല്ലാം ശരിയാവും കേട്ടോ, പക്ഷെ അങ്ങ് ഒരു സൽക്കർമ്മം ചെയ്യണം. അത് ശ്രേഷ്ഠായിട്ടുള്ള പുണ്യാത്മാക്കൾ പറഞ്ഞു തരും, ഞാനിപ്പോ അത് പറയണില്ല. അപ്പൊ ആ സൽക്കർമ്മം ചെയ്യണതോടുകൂടി ഇവരുടെ നിദ്രയും വാർദ്ധക്യവും ഒക്കെ പോകും. അപ്പൊ അവർക്ക് യൗവനം വരും. അതോടെ എല്ലായിടത്തും ഭക്തി വ്യാപിക്കും. അപ്പൊ ഇത് കേട്ട് ആ സൽക്കർമ്മം എന്തായിരിക്കും എന്ന് മുനി ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ ഒരെത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ ഒരു മിനിറ്റ് കേട്ടോ. സോറി കേട്ടോ, ഒരു കൊറിയർ വന്നതാണ്. അപ്പൊ അങ്ങനെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള പുണ്യാത്മാക്കൾ പറഞ്ഞു തരുന്നു പറഞ്ഞ് അപ്പൊ സൽക്കർമ്മം ചെയ്താല് ഒക്കെ ശരിയാവും പറഞ്ഞല്ലോ. അപ്പൊ അത് കേട്ടിട്ട് ഇനി ആ സൽക്കർമ്മം എന്താണാവോ എന്നൊക്കെ മുനി കുറെ ആലോചിച്ചു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. എന്നാ പിന്നെ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ടല്ലോ. അവിടെ നിന്ന് യാത്രയായി പലയിടത്തും സഞ്ചരിച്ചു. ഒരുപാട് ഋഷിമാരെ കണ്ടു, ഒരുപാട് സജ്ജനങ്ങളെ കണ്ടു. അവരോടൊക്കെ ചോദിച്ചു എന്താണ് സൽക്കർമ്മം. പക്ഷെ അവർക്കൊക്കെ ഒരു പിടിയും കിട്ടണില്ല. കാരണം അവര് പറയണത് ഇത്രയും ഈ വേദാന്ത വാക്യങ്ങള് ഗീതയൊക്കെ പറഞ്ഞിട്ടും എണീക്കാത്ത ഇവർക്ക് ഇനി എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? പിന്നെ നാരദ മഹർഷിയെ പോലെ ഇത്രയും ഭക്തിയുള്ള ആള് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ കൊണ്ട് എങ്ങനെയാ സാധിക്കുക? അങ്ങനെയായിരുന്നു മറ്റ് ഋഷിമാരുടെയൊക്കെ പ്രതികരണം. പക്ഷെ നാരദമുനി നിരാശനായില്ല. ഭഗവാന്റെ ശരീരയല്ലേ, സഞ്ചരിച്ച് ബദര്യാശ്രമത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്ലാൻ ഇടുമ്പോഴത്തേക്കും സനകാദി മഹർഷികളെ അവിടെ കണ്ടുമുട്ടി. അപ്പോ ആ മഹർഷിമാരോട് ഇങ്ങനെ ഞാനൊരു അശരീരി കേട്ടു, അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു അശരീരി കേട്ടു, ആ അശരീരിയുടെ പൊരുൾ എന്താണ്? അത് ഇങ്ങനെ പുണ്യാത്മാക്കളായിട്ടുള്ള ആള് പറഞ്ഞേക്കുന്നത് ഭഗവാൻ. അതുകൊണ്ട് അതെന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന്.
ഈ സനകാദി മഹർഷിമാരെന്ന് പറയുന്നത് അവര് കാലം അവരെ ബാധിക്കില്ല. ഇവർക്ക് ജരാനരകളൊന്നും അവരെ ബാധിക്കില്ല. അവര് എല്ലാം ത്യജിച്ച് എന്താ പറയാ, ഭഗവാൻ മാത്രം, ഹരി മാത്രമാണ് അവർക്ക് ശരണം. അങ്ങനെയുള്ള സനകാദി മഹർഷികളാണ്. പക്ഷെ ആ സനകാദി മഹർഷികൾക്കും ഒരിക്കലും കോപം വന്നു കേട്ടോ. അതായത് മഹാവിഷ്ണുവിന്റെ പാർഷദന്മാരായിരിക്കുന്ന ജയവിജയന്മാർക്ക് ഒരു നിമിഷത്തെ ആ കോപം കൊണ്ട് അവരെ ശപിച്ചു, അവരെ ഭൂമിയിലേക്ക് വിട്ടു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം ശാപമോക്ഷം കൊടുത്തു, തിരിച്ചവരെ വൈകുണ്ഠത്തിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തു. അപ്പോ അങ്ങനെയുള്ള മഹാത്മാക്കളാണ് ഈ സനകാദി മഹർഷിമാര്. അപ്പോ അവരോട് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് എങ്ങനെയാണ് സുഖം കിട്ടുക, അവരെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം, അവരെ എങ്ങനെയാണ് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക, അതിനുള്ള മാർഗം ഒന്ന് ഉപദേശിക്കണേ എന്ന് അപേക്ഷിച്ചു. അപ്പോ സനകാദി മഹർഷികൾ പറഞ്ഞു, അങ്ങ് കൃഷ്ണഭക്തരില് അഗ്രഗണ്യനാണ് അല്ലെ. എന്തൊരു ഭക്തിയാണ് നാരദ മഹർഷിക്കുള്ളത്. അങ്ങ് ഭക്തി സ്ഥാപിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, വളരെ പ്രയത്നം എടുക്കുന്നുണ്ട്. വളരെ സന്തോഷം കേട്ടോ, അത് നല്ല കാര്യമാണ് അങ്ങ് ചെയ്യുന്നത്. അപ്പൊ മഹർഷിമാര് പറഞ്ഞു, ഈ ഋഷിമാര് ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ വൈകുണ്ഠത്തെ പ്രാപിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവം ഉള്ളതുമാണ്. അത് ഉപദേശിക്കാൻ അതിന് പറ്റിയ ആചാര്യനെ കിട്ടണം. പക്ഷെ അത് കണ്ടു കിട്ടാൻ നമുക്ക് ഭാഗ്യം തന്നെ വേണം. പക്ഷെ അങ്ങക്കൊരു അശരീരി ഉണ്ടായല്ലോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോ സനകാദി മഹർഷികൾ തുടർന്ന് പറയാണ്, കർമ്മകാണ്ഡത്തിൽപ്പെട്ട ജ്ഞാനയജ്ഞാണ് ഏറ്റവും ഉത്തമമായത്. അപ്പൊ ഭാഗവത ശ്രവണം കൊണ്ട് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ശക്തിയും തിരിച്ചു കിട്ടും. ഭാഗവതത്തിന്റെ ശബ്ദം കേട്ടാ മതി, അപ്പൊ തന്നെ സകല കലിദോഷങ്ങളും അകന്നു പോകും. ഓടി ഒളിക്കുന്ന പറഞ്ഞ് എങ്ങനെയാ, ഈ സിംഹത്തിന്റെ ഗർജനം കേട്ടാല് ചെന്നായ്ക്കളൊക്കെ ഭയത്തോടു കൂടി ഓടി ഒളിക്കില്ലേ, അതുപോലെ ഈ ഭക്തി വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ആസുരികതയൊക്കെ ഭയന്ന് ഓടിപ്പോകുന്ന പറഞ്ഞു. അപ്പോ നാരദർക്ക് പക്ഷെ ഒരു സംശയം, ഈ വേദാന്തവും ഗീതയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാണല്ലോ, എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ, അവര് ഉണർന്നുമില്ല, അവര് വീണ്ടും ആലസ്യത്തോടു കൂടി കിടന്നുറങ്ങുകയും ചെയ്തു, ഭക്തി മാത്രം കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഇവരെ ഭാഗവത ശ്രവണം കൊണ്ട് ഉണർത്താൻ പറ്റുക എന്നായി നാരദമുനിക്ക്. അപ്പൊ സനകാദി മഹർഷികള് അദ്ദേഹത്തിന്റെ സംശയം തീർത്തു കൊടുക്കുകയാണ്. പറഞ്ഞു, വേദോപനിഷത്തുകളുടെ സാരത്തിൽ നിന്നുമാണ് ഈ ഭാഗവതം ഉണ്ടായിരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് അത് ഏറെ ഉത്കൃഷ്ടമായ ഫലത്തെ, ഏറെ പ്രകാശിക്കുന്ന ഉത്കൃഷ്ടമായ ഫലത്തെ തരുന്നത്. എങ്ങനെയെന്നാല് പാലിൽ നിന്ന് നമ്മൾ വെണ്ണ കടഞ്ഞെടുത്ത് നെയ്യ് ഉണ്ടാക്കുന്നു അല്ലേ, പിന്നെ കരിമ്പിൽ നിന്ന് ശർക്കര വേർപെടുത്തി എടുക്കുന്നു. അതുപോലെ ഭാഗവതത്തെയും വേദാന്തങ്ങളിൽ നിന്ന് ഒന്ന് വേർപെടുത്തി എടുത്താൽ മാത്രം മതി. അതൊന്ന് ആസ്വദിക്കാനും അതിന്റെ മാധുര്യം അറിയാനും അത് ഒന്ന് ഇത്രയും ചെയ്താൽ മതി, ഒന്ന് അതിൽ നിന്ന് വേർപെടുത്തി എടുത്താൽ മതി. എങ്ങനെയാണത്? കൽപ്പകവൃക്ഷത്തിന്റെ പാകം വന്ന ഫലം പോലെയാണ് അത്രേ ഭാഗവതം. അതായത് ഇപ്പൊ മാവും മാമ്പഴവും പോലെ. അപ്പൊ മാമ്പഴത്തിന്റെ മാധുര്യം മാവിന് ഉണ്ടാവില്ല അല്ലേ, പക്ഷെ മാവിന്റെ രസം മാമ്പഴത്തിലുണ്ട്. അതുപോലെ ഇപ്പൊ പാലൊഴിച്ച് നമുക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ല, എന്ത് വേണം? നെയ്യ് വേണം. നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക? പാല് കുറെ ഒഴിച്ച് തടഞ്ഞെടുത്ത് അതിന് വെണ്ണ എടുത്ത് ആ വെണ്ണ ഉരുക്കി നെയ്യാക്കണം. അപ്പൊ ഒരു പ്രോസസ്സാണ് അത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് നെയ്യൊഴിച്ച് തിരി കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോ പാലിൽ നെയ്യ് ഉണ്ടെങ്കിലും നെയ്യിന് അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകതയില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഭാഗവതവും. ഭാഗവതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ശോകം
ശ്ലോകം 70 പറയണ നോക്കൂ. ഇക്ഷൂണാമഭിമധ്യാന്തം ശർക്കരാ വ്യാപിതിഷ്ഠതി പൃഥക് ഭൂതാജസാമിഷ്ട തഥാ ഭാഗവതീ കഥ. വീണ്ടും 71 പറയണു. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. അതായത് ഭാഗവതം ബ്രഹ്മത്തിന് തുല്യമാണ്. അത് വെറും ഒരു ഗ്രന്ഥമല്ല. പിന്നെയോ ഭാഗവതം ശ്രേഷ്ഠമായ വേദം തന്നെയാണ് എന്ന് സാരം. അതുകൊണ്ടാണല്ലോ ഭാഗവതത്തെ നിഗമ കൽപ്പതരോർഗളിതം ഫലം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോ വേദം വൃക്ഷാണെങ്കില് ഭാഗവതം അതിന്റെ ഫലാണ്. അതുകൊണ്ട് തന്നെ വേദത്തിൽ നിന്നും അന്യമല്ല, മറിച്ച് അതിനേക്കാളും മഹത്തരമാണ് ഭാഗവതം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മശബ്ദേന പരമാത്മാ ഉച്ചതേന തു വേദാഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിച്ച വേദവ്യാസ മഹർഷിക്ക് ഭാഗവതം രചിക്കുന്നത് വരെ ഒരു സുഖവും സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല അത്രേ. അപ്പൊ വ്യാസമുനിക്ക് ഭയങ്കര സങ്കടമായി, ദുഃഖത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെ വ്യാസൻ മഹർഷി ഇത് ദുഃഖിതനായിട്ടിരിക്കണേ? അപ്പോ നാരദ മഹർഷി ചതുശ്ലോകി ഭാഗവതം തത്വത്തോടുകൂടി ഉപദേശിച്ചു കൊടുത്തു അത്രേ. അപ്പൊ വ്യാസമഹർഷിക്ക് ഭാഗവതം രചിക്കാനുള്ള പ്രചോദനം ഉണ്ടായി. അങ്ങനെ വ്യാസമഹർഷി ഭാഗവതം രചിച്ചു. അതിനുശേഷം അത്ര അദ്ദേഹത്തിനൊരു സമാധാനമായത്, അതുവരെ ഇല്ലാത്തൊരു സംതൃപ്തി, ഒരു സന്തോഷം ഒക്കെ ഉണ്ടായി എന്ന് പറയണേ. അപ്പോ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോ ഈ ഭാഗവതത്തിന്റെ സവിശേഷത നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭാഗവത സപ്താഹം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഈ ഭാഗവത ശ്രവണം കൊണ്ട് നമ്മുടെ മോഹങ്ങൾ, അനാവശ്യമായിട്ടുള്ള മോഹങ്ങള് അസ്തമിക്കണം, ഹൃദയത്തില് വൈരാഗ്യം ഉണ്ടാവണം, ദുഃഖങ്ങള് നശിക്കുകയും ചെയ്യുന്നു. 74 ശ്ലോകത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം. അപ്പൊ ആ ശ്രവണം, ഭാഗവത ശ്രവണം വളരെ ഉത്തമമാണ്. നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ, നമ്മുടെ ദുഃഖങ്ങൾ അകറ്റാൻ എന്നാണ് പറയുന്നത്. ഈ ഭാഗവത മാഹാത്മ്യം സമ്പൂർണമായിട്ട് മനസ്സിലാക്കിയവര്, ഭക്തിയെ പ്രചരിപ്പിക്കുന്നവര്, അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് പരമമായിട്ടുള്ള ശ്രേയസ് കിട്ടും എന്ന് പറയണം. പക്ഷെ നമ്മള് അനേക ജന്മങ്ങളിൽ ആർജിച്ചെടുത്ത പുണ്യകർമ്മം കൊണ്ട് മാത്രമേ ഈ സജ്ജന സംസർഗം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ സജ്ജന സംസർഗം വന്നു കഴിഞ്ഞ് നമ്മുടെ മനസ്സിനെ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വേർപെടുത്തിയെടുത്ത് അതില് പിന്നെ അങ്ങനെ നമ്മുടെ ഈ അജ്ഞാനം കൊണ്ടുണ്ടായ മതമോഹ മാത്സര്യങ്ങളൊക്കെ നശിച്ച് നമ്മളിൽ ആത്മജ്ഞാനം ഉണ്ടാവണം. അങ്ങനെ ആ ആത്മജ്ഞാനം ഉണ്ടായി വരുമ്പോ നമ്മളിൽ വിവേകം ഉദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഇവിടെ ഇപ്പോ അങ്ങനെ വരുമ്പോ ഈ ശ്രവണം കൊണ്ട് ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ബാധിച്ച വാർദ്ധക്യം അത് മാറിയിട്ട്, ഈ വാർദ്ധക്യം കൊണ്ടാണല്ലോ അവര് ബോധമില്ലാണ്ട് നിലം പതിച്ചത്. അങ്ങനെയുള്ള ആ ജ്ഞാനവൈരാഗ്യങ്ങള് ഭാഗവത ശ്രവണം കൊണ്ട് നിദ്ര വിട്ട് ഉണരണു എന്നാണ് പറയണത്. അപ്പൊ ഇത് ഈ 2-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ശ്ലോകം 76 പറയണു, അജ്ഞാനഹേതുകൃതമോഹ മഹാന്ധകാര നാശം വിധായ ഹി തദോദയത്തെ വിവേക. അപ്പൊ അങ്ങനെ അവരില് വിവേകം ഉദിക്കിടുമെന്നാണ് പറയുന്നത്. ഇത് ഈ ഭാഗവത പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം കുമാരനാരദ സംവാദം എന്ന ജ്ഞാനയജ്ഞം ഇവിടെ 2-ാം അധ്യായം ഇവിടെ സമ്പൂർണ്ണാവുകയാണ്. എന്നിട്ടോ
ജ്ഞാനയജ്ഞം കരിഷ്യാമി, സോറി, ഇവിടെ ജ്ഞാനയജ്ഞമല്ല, ഇവിടെ ഈ കുമാരനാരദ സംവാദം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. ഇനി ജ്ഞാനയജ്ഞം കരിഷ്യാമി എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായം സമാരംഭിക്കുന്നു. അങ്ങനെ ഇവിടെ എൻ്റെ ഈ വാക്കുകളും ഈ അർച്ചനാപുഷ്പങ്ങളായിട്ട് ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ ഈ ആചാര്യനായ മനത്തിന്മേനിക്കും മറ്റ് ആചാര്യന്മാർക്കും എൻ്റെ നല്ലവരായ എല്ലാ സുഹൃജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും ഈയുള്ളവരുടെ പാദനമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരുടെയും ഒപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. രണ്ടാമത്തെ അധ്യായം വളരെ സരസമായിട്ടും സമാധാനമായിട്ടും ഒരു സ്വതവേയുള്ളൊരു രീതിയാണ് സർലജിയുടെ. ആ ഒരു സമാധാനം ഇതിൽ നമുക്ക് അറിയാം. അത് മറ്റുള്ളവർക്കും കൂടി ഒരു സമാധാനം കൊടുക്കുന്ന സമാധാനമാണ്. എന്തായാലും വളരെയധികം സന്തോഷം. ഞങ്ങൾ ഇനി 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. പാരായണം ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധ അല്ലെ, ഇടയ്ക്കിടയ്ക്ക് അറിയിപ്പ് വേണം. എന്താണ്, അരമണിക്കൂർ അല്ലെ, ഇനി ഗ്യാപ്പ് വരും. അപ്പം അതിനനുസരിച്ച് പാരായണം കുറച്ചു ഒന്ന് മുമ്പോട്ട് പിടിക്കാം. ഇനി അടുത്ത പാരായണം തുളസി വാര്യരായിരുന്നു. അമ്മയ്ക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല. ഒരു ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ഭർത്താവിൻ്റെ ഒരു ചെറിയൊരു വയ്യായിക വന്ന ആശുപത്രിയിലായി. അപ്പം എത്തിപ്പെടുവോ എന്നുള്ള അറിയില്ല എന്ന് വിചാരിച്ച് പത്മജ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം പത്മജ VK അമ്മയാണ് അടുത്ത അധ്യായം പാരായണം ചെയ്യുന്നത്. ഇപ്പം 3-ാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. അഥ തൃതീയോധ്യായഃ. നാരദ ഉവാച. ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. കുത്ര കാര്യോ മയാ യജ്ഞസ്ഥലം തദ്വാച്യതാമിഹ. महिमा शुभशास्त्रस्य वक्तव्यो वेदपारकैः. कियद्भिर्दिवसैः श्राव्या श्रीमद्भागवती कथा. को विधिस्तत्र कर्तव्यो ममेदं ब्रूवतामिदः. कुमारा ऊजुः शृणु नारद वक्ष्यामो विनम्राय विवेकिने. गङ्गाद्वारसमीपे तु तटम् आनन्दनामकम् नाना ऋषिगणैर्दुष्टम् देवसिद्धनिषेविदं नानातरुलताकीर्णं नवकोमलवालुकं. रम्यके कान्तदेशस्थं हेमपद्मसुसौरभं यत्समीपस्थजीवानां वैरं चेतसि न स्थितं. ज्ञानयज्ञस्त्वया तत्र कर्तव्यो ह्यप्रयत्नतः. अपूर्वरसरूपा च कथा तत्र भविष्यति. पुरस्थलं निर्बलं चैव जराजीर्णकळेबरं तद्वयं च पुरस्कृत्य भक्तिस्तत्र आगमिष्यति. यत्र भागवती वार्ता तत्र भक्त्यादिकं व्रजेत्. कथाशब्दं समाकर्ण्य तत्कृगं तरुणायते. सूत उवाच. एवमुक्त्वा कुमारास्ते नारदेन समं ततः गङ्गातटं समाजग्मो कथापानाय सत्वराः. यदा यादास्तटं ते तु तदा कोलाहलोऽप्यभूत्. भूर्लोके देवलोके च ब्रह्मलोके तथैव च. श्रीभागवत पीयूषवानाय रसलम्पटाः धावन्तोऽप्याययुः सर्वे. प्रथमं ये च वैष्णवाः. भृगुर्वसिष्ठश्च वनश्च गौतमो मेधातिथिर्देवलदेवरातौ. रामस्तथा गादिसुतश्च शाकलो मृगण्डुपुत्रा त्रिजपिप्पलादाः. योगेश्वरौ व्यासपराशरौ च छायाशुगो जाजलिजह्नुमुख्याः. सर्वेऽप्यमी मुनिगणाः सह पुत्रशिष्याः. स्वस्त्रीभिराययुरति प्रणयेन युक्ताः. वेदान्तानि च देवेदाश्च